അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഭീമാപള്ളിയിലേക്കുള്ള ഒരു സിയാറത്ത് യാത്രയാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്. മഹാനും സയ്യിദുമായ സയ്യിദ് ഇബ്രാഹിം ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സിയാറത്ത് യാത്രയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 7-ാം തീയതി വെള്ളിയാഴ്ച രാത്രി പുറപ്പെട്ട് ശനി കഴിഞ്ഞ് ഞായറാഴ്ച തിരിച്ചെത്തുന്ന രീതിയിൽ 2 രാത്രിയും ഒരു പകരമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ പുറപ്പെടുന്നത് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കദ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ ചാരത്തേക്കും അതിനുശേഷം കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയും അവിടുത്തെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഉൾപ്പെടെയുള്ള മഹാന്മാരായ പണ്ഡിതരുടെ മഖ്ബറകൾ AD 1519 ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ നിർമ്മിച്ച വലിയ ജുമാഅത്ത് പള്ളി, കൽവിളക്ക് തുടങ്ങിയ ഒട്ടനവധി കാഴ്ചകളും കണ്ടതിനു ശേഷം കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും സൂഫി വര്യനും കവിയും അതിലുപരി ധീരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി നബറല്ലാഹു മർക്കദ മഹാന്റെ മഖ്ബറയും സന്ദർശിച്ചതിനു ശേഷം ഇന്ത്യയിലെ ഏറ്റവും പഴയതും ആദ്യത്വമായ മുസ്ലിം പള്ളിയാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മേത്തലിൽ സ്ഥിതി ചെയ്യുന്ന ചേരമാൻ ജുമാഅത്ത് പള്ളി. AD 629 അതായത് പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആ ജുമാ മസ്ജിദും അതിനുശേഷം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള പ്രശസ്തമായ കടുവാൾ പള്ളി സൂഫി വര്യനും വലിയുമായിരുന്ന മഹാനായ കടുവാൾ തങ്ങളുടെ മഖ്ബറയും സന്ദർശിച്ചതിനു ശേഷം തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഭീമാപള്ളി ദർഗാ ഷെരീഫ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രവും അറേബ്യയിൽ നിന്നും ഇസ്ലാം മതം പ്രബോധനം ചെയ്യാൻ കേരളത്തിലെത്തിയ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദ ഭീമ ബീവിയുടെയും മകൻ സയ്യിദ് ഷുഹദ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും മഖാമുകൾ സ്ഥിതി ചെയ്യുന്ന ഭീമാപള്ളിയും സന്ദർശിച്ചതിനു ശേഷം കാഴ്ച കേന്ദ്രങ്ങളായ ശംഖുമുഖം ബീച്ച്, മൃഗശാല, സെക്രട്ടേറിയറ്റ്, പ്ലാനറ്റോറിയം തുടങ്ങിയ കാഴ്ച സ്ഥലങ്ങളും സന്ദർശിച്ച് കണ്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച പുലർച്ചെ തിരിച്ചെത്തുന്ന ഒരു സിയാറത്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫാമിലി സൗകര്യത്തോടൊപ്പം ഭക്ഷണവും ടിക്കറ്റും ഉൾപ്പെടെ 2200 രൂപയാണ് ചാർജ്. വരാൻ ഉദ്ദേശിക്കുന്നവർ, താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ അംഗമായി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ യാത്രയെ നല്ലതുപോലെ പോയി വരുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. നമുക്ക് റാഹത്തും വിജയവും അള്ളാഹു ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.